നമസ്കാരം. ഗുഡ് ഹെൽത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം റേഡിയേഷൻ തെറാപ്പിയാണ്. അത് ഏതൊക്കെ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നു, അത് എത്രത്തോളം ഉപയോഗപ്രദമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ഡോക്ടർ ശ്രുതി കെ ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയേഷൻ ഓൺകോളജി, അമൃത ഹോസ്പിറ്റൽ. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ചോദിക്കട്ടെ, റേഡിയേഷൻ തെറാപ്പി എന്താണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, സോ റേഡിയേഷൻ ಅಂತ പറഞ്ഞത് ബേസിക്കലി ഒരു എക്സ്റേ ഫോം ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. സോ റേഡിയേഷൻ ഈസ് ബേസിക്കലി യൂസ്ഡ് നമുക്ക് ക്യാൻസർ മാത്രമല്ല കുറേ ഡിസീസസിൽ നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് റേഡിയേഷൻ ഈസ് ബേസിക്കലി കുറച്ച് ഫോം ഓഫ് എക്സ്റേസ് വിച്ച് ആർ യൂസ് ടു ട്രീറ്റ് ഒരു പർട്ടിക്കുലർ സൈറ്റ് wherever there is a disease. We need to focus the radiation there and treat the particular disease. So ഈ റേഡിയേഷൻ പറയുന്നത് നമുക്ക് there are in whatever we can see light in so many forms. പക്ഷേ നമുക്ക് എല്ലാ ലൈറ്റിനെ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നോ. ബിക്കോസ് ഈ നമുക്ക് ഒരു സ്പെക്ട്രം when we see spectrum of light, ഒരു certain portions of that spectrum is what നമുക്ക് റേഡിയേഷൻ ಅಂತ പറയുന്നത്. ആൻഡ് ആ റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. So normally there are different types of machines and there are different types of radiation also. So ഈ generally നമുക്ക് യൂസ് ചെയ്യുന്നത് photons ಅಂತ പറഞ്ഞ റേഡിയേഷൻ ടൈപ്പാണ്. സോ ഈ photons ಅಂತ പറയുന്നത് നമുക്ക് different energiesൽ ഓൾസോ ഉണ്ടാവും. So with that particular energy we will treat that particular area. So it is again എല്ലാ പേഷ്യൻസിന് ഒരു സെയിം ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണോ? അല്ല. It depends on what the patient has, how much എത്ര ഡെപ്ത് ഉണ്ട് ലീഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ. there കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഈ റേഡിയേഷൻ ചില ആൾക്കാർ ചോദിക്കും, റേഡിയേഷൻ എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെൻ്റ് ആണോ, ഓർ ഇസ് ഇറ്റ് ഭയങ്കര ഒരു പെയിൻഫുൾ ട്രീറ്റ്മെൻ്റ് ആണോ? അങ്ങനെ യൂഷ്വലി അല്ല. സോ റേഡിയേഷൻ ഈസ് ബേസിക്കലി ഒരു ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് വിച്ച് ഈസ് യൂഷ്വലി it is not like ഒരു single type of treatment അല്ല. It's like along with sometimes it may be given alone ഒരു particular disease or it can be given along with surgery or maybe later on after chemotherapy or after surgery as well. So അങ്ങനെ different indications ഉണ്ടാവും radiation വെച്ചിട്ട്. So in radiation when we see when a patient comes to us, so the patient has certain concerns. എന്തൊക്കെയാണ് ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ് എന്താണ്, ഇസ് ഇറ്റ് നെസസറി ഫോർ മീ, അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കും. പക്ഷേ എവറി പർട്ടിക്കുലർ പേഷ്യൻറ്റ് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടാണ് വി ഹാവ് ടു ഡിസൈഡ് ഇഫ് ദ പേഷ്യൻറ്റ് നീഡ്സ് റേഡിയേഷൻ ഓർ നോട്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ക്യാൻസർ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ക്യാൻസർ അല്ലാതെ മറ്റേതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? സോ റേഡിയേഷൻ നമുക്ക് ഇവിടെ ദർ ഇസ് സംതിങ് കോൾഡ് ആർട്ടീരിയോ വീനസ് മാൽഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ അതൊരു ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ഉള്ള ഇഷ്യൂ ആണ്. അതിൽ ഓൾസോ നമുക്ക് ചില സിറ്റുവേഷൻസിൽ വി ക്യാൻ യൂസ് റേഡിയേഷൻ. there are basically radiation യൂസ് ചെയ്യുന്നത് ഒരു ബിനൈൻ ഇൻഡിക്കേഷൻസ് ആവാം, മാലിഗ്നൻറ്റ് ഇൻഡിക്കേഷൻസ് ആവാം. മാലിഗ്നൻറ്റ് എന്ന് പറയുന്നത് ക്യാൻസറിലാണ്. പക്ഷേ ബിനൈൻ സിറ്റുവേഷൻസ് ആർ ലൈക്ക് സംതിങ് കോൾഡ് ഷ്വാനോമസ്, ഗ്ലോമസ് ട്യൂമേഴ്സ്. ഇതെല്ലാം ഒരു ബിനൈൻ ട്യൂമേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് ബേസിക്കലി നോട്ട് മാലിഗ്നൻറ്റ്. പക്ഷേ ഇഫ് വി ഡോണ്ട് ഗിവ് റേഡിയേഷൻ ഇൻ ദീസ് പർട്ടിക്കുലർ കണ്ടീഷൻസ് അത് പിന്നെ തിരിച്ച് വരാനുള്ള സാധ്യത ഉണ്ടാവും. സോ ടു കൺട്രോൾ ദോസ് പർട്ടിക്കുലർ ലീഷൻസ് യു ക്യാൻ യൂസ് റേഡിയേഷൻ ആസ് വെൽ. സോ സംടൈംസ് ദർ ഇസ് ദീസ് കീലോയിഡ്സ് എന്ന് പറയും. സോ കീലോയിഡ്സിന് ഓൾസോ ചില ആൾക്കാരിന് എസ്പെഷ്യലി റിക്കറൻറ്റ് കീലോയിഡ് സെറ്റിങ്സ്, ഈ കീലോയിഡ് സർജറി ചെയ്തിട്ടും നമ്മൾ റേഡിയേഷൻ കൊടുത്തിട്ട് അതിനെ കൺട്രോൾ കിട്ടാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. സോ അങ്ങനെ ചില ബിനൈൻ കണ്ടീഷൻസും ഉണ്ട്. there is something called functional radiation, functional radiosurgery ಅಂತ പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ടാവും. സോ ഇൻ സർട്ടൻ കണ്ടീഷൻസ് സംടൈംസ് പേഷ്യൻസ് ഹാവ് ഇൻട്രാക്റ്റബിൾ ഒരു ഹെഡ് ഏക്ക്, അത് ഒന്നും കുറവാവാത്ത ഒരു ഹെഡ് ഏക്ക്. പക്ഷേ ന്യൂറോളജിസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു ട്രൈജെമിനൽ ന്യൂറാൽജിയ ಅಂತ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാവും. സോ അതിൽ ഓൾസോ നമുക്ക് ഹൈ ഡോസ് റേഡിയേഷൻ, ദാറ്റ് അഗൈൻ ദോസ് പർട്ടിക്കുലർ ടെക്നീക്സ് ആർ വെരി പ്രിസൈസ്.
സോ ഈ പ്രിസൈസ് ടെക്നീക്സ് ആർ അഗൈൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നീക്സും ഉണ്ടാവും റേഡിയേഷനിൽ. സോ ദർ ഇസ് സംതിങ് കോൾഡ് ഒരു സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി ಅಂತ പറഞ്ഞൊരു ടെക്നീക്കുണ്ട്. So this particular technique uses very highly focused radiation beams to deliver on a particular target. Just ഒരു സ്ഥലത്തിൽ മാത്രമാണ് നമുക്ക് ആ ടാർഗറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണം. So we have a machine called CyberKnife, which is a robotic radiosurgery system. So ഈ robotic radiosurgery system can be used to treat this particular kind of disease, wherein വളരെ ഫോക്കസ്ഡ് ആയിട്ട് എവിടെയാണ് ആ വേദന തുടങ്ങുന്നുണ്ടോ അത് കണ്ടുപിടിച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് MRI, ന്യൂറോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ് എല്ലാവരും ഒരു ടീമായിട്ട് ദെൻ വി ട്രീറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. മാം പറഞ്ഞല്ലോ ബിനൈൻ കണ്ടീഷൻ അല്ലെങ്കിൽ മാലിഗ്നന്റ് കണ്ടീഷൻ, അതെന്താണെന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ ಅಂತ പറഞ്ഞത് യൂഷ്വലി ഒരു മാലിഗ്നൻസി ಅಂತ പറയുന്നത് ക്യാൻസർ. സോ ട്യൂമർ ഈസ് ബേസിക്കലി എനി സെൽ വിച്ച് ടെൻസ് ടു like rapidly reproduce. Like normally ഒരു സെല്ലിന് ഒരു സെൽ സൈക്കിൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് there are control checkpoints ഉണ്ടാവും in the cell cycle which will help to stop the cell growth. പക്ഷേ ഈ ട്യൂമർ ಅಂತ പറയുന്ന സ്റ്റേറ്റിൽ that checkpoint inhibitors are lost. That means the cell tends to continuously replicate. So ആ particular cell line continuously growth ആയിട്ടാണ് നമുക്ക് ഒരു ട്യൂമർ ഫോം ആവുന്നത്. സോ ദർ ആർ ടു ടൈപ്സ്. അഗൈൻ ബിനൈൻ ട്യൂമേഴ്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ഉണ്ടാവും. സോ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ് ഇൻഫിൽട്രേറ്റീവ് പൊട്ടൻഷ്യൽ ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻറ്റ് ടെൻ ടു സ്പ്രെഡ് ഇൻ ത്രൂ ബ്ലഡ്. അങ്ങനെ പോയിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ബിനൈൻ ട്യൂമേഴ്സിലില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ഗ്രോ ഇൻ ദ സെയിം സൈറ്റ്, ഇറ്റ് ക്യാൻ ഗ്രോ, ഇറ്റ് ക്യാൻ ബിക്കം ബിഗ് ഇൻ സൈസ്. അങ്ങനെ it can like affect the structures which are surrounding it. പക്ഷേ മാലിഗ്നൻറ്റ് ಅಂತ പറയുമ്പോൾ മാലിഗ്നൻസി ಅಂತ പറയുന്നത് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ദ എൻറ്റയർ ബോഡി ഓൾസോ. സോ അഗൈൻ മാലിഗ്നൻസി എല്ലാ ട്യൂമേഴ്സ് മാലിഗ്നൻ്റ് ആണോ? അല്ല. എല്ലാ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് സ്പ്രെഡ് ആവോ? അല്ല. ബിക്കോസ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ഓൾസോ ബേസ്ഡ് ഓൺ ദ സ്റ്റേജ്, ലൈക്ക് ഏർലി സ്റ്റേജ് ആവുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മെറ്റസ്റ്റസൈസ്. ബട്ട് വൺസ് ഇറ്റ് ഗോസ് ടു എ ഹയർ സ്റ്റേജ് അപ്പോൾ നമുക്ക് മെറ്റസ്റ്റസിസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഈ വെൻ ഇറ്റ് കംസ് ടു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി നമുക്ക് ഒരു 3 types ഓഫ് മൊഡാലിറ്റീസ് ഉണ്ടാവും. ഈതർ സർജറി ഓർ മെഡിസിൻസ്, ദാറ്റ് ഈസ് കീമോതെറപ്പി. അതിൽ ഇപ്പോൾ ടാർഗറ്റഡ് തെറപ്പി, ഇമ്മ്യൂണോതെറപ്പി ಅಂತ പറഞ്ഞ് കുറേ റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അതല്ലാത്ത റേഡിയേഷൻ തെറപ്പി. സോ ദീസ് ആർ ദ 3 കോർ കോമ്പണൻസ്. നമുക്ക് ഏത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആയാലും ഈ 3 കോർ കോമ്പണൻസ് ആണ് ഉള്ളത്. സോ വി നീഡ് ടു ഇൻറ്റിഗ്രേറ്റ് ദീസ് പർട്ടിക്കുലർ കോമ്പണൻസ് ആൻഡ് ദെൻ ട്രീറ്റ് ദ പേഷ്യൻറ്റ്. ഇതിൽ ഏറ്റവും എഫക്റ്റീവായ തെറാപ്പി ഏതാണ്? അതോ അത് നമ്മളൊരു ഡിസീസിനെ ബേസ് ചെയ്തിട്ടാണോ കൊടുക്കുക? എക്സാക്ട്ലി. സോ എല്ലാ പേഷ്യൻസിന് ഓൾ ദ 3 മൊഡാലിറ്റീസ് ആർ നെസസറി ಅಂತ പറയാനില്ല. സോ ചില ആൾക്കാരിന് ചിലപ്പോൾ ഓൺലി റേഡിയേഷൻ മതിയായിരിക്കും, ആൻഡ് ചില ആൾക്കാരിന് ഓൺലി സർജറി, ആൻഡ് ഫ്യൂ പീപ്പിൾ കീമോതെറപ്പി ഇസ് ദ എഫക്റ്റീവ് മെഡിക്കേഷൻ. സോ എവറി ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. ബിക്കോസ് വെൻ വി ആർ ഡിസൈഡിങ് ദ ട്രീറ്റ്മെൻറ്റ് ഫോർ എ പേഷ്യൻറ്റ് കുറേ ഫാക്ടേഴ്സ് നമുക്ക് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, basically when we decide a treatment plan, it is based on the patient factors, treatment factors and the tumor factors. So what type of tumor we are dealing with, adu like whatever modality, is it will it respond to that particular treatment? And if we are thinking in terms of complete cure ano, what is our intent? So sometimes we come across patients who are very advanced in in their disease profile. So ആ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ടൈം ആർ ഇൻറ്റൻറ്റ് ഇസ് ഗോയിങ് ടു ബി പാലിയേഷൻ. സോ പാലിയേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഉള്ള സിംറ്റം റിലീഫ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ടൈം അവർ ഇൻറ്റൻറ്റ് വിൽ നോട്ട് ബി ലൈക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യണം, അങ്ങനെ പറയാൻ പറ്റില്ല. സോ അവർ ഇൻറ്റൻറ്റ് ഷുഡ് ബി ക്ലിയർ. So then it is again based on where exactly is this tumor, because എല്ലാ sites നമുക്ക് accessible അല്ല. So we need to assess where is it, what is the pathology of it, because some tissues are very radio sensitive. That means radiation കൊടുക്കുമ്പോൾ അത് completely melt ആവും.
it will definitely cure the particular type of cell line. പക്ഷേ some cells are radio resistant. That means എത്ര റേഡിയേഷൻ കൊടുത്താലും അത് ചിലപ്പോൾ അത്ര റെസ്പോൺസ് ഉണ്ടാവില്ല. സോ ദാറ്റ് വിൽ ഹാവ് ടു അസസ്. ദെൻ പേഷ്യൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് നോട്ട് ഫിറ്റ്, നമുക്ക് വെൻ വി സീ ദ പേഷ്യൻറ്റ് ആസ് ഡോക്ടേഴ്സ് വി അസസ് ദ പേഷ്യൻറ്റ്സ് ഫിറ്റ്നസ്. വിൽ ദ പേഷ്യൻറ്റ് ടോളറേറ്റ് ദിസ് കൈൻഡ് ഓഫ് തെറപ്പി ആൻഡ് വിൽ ദ പേഷ്യൻറ്റ് ബെനിഫിറ്റ് ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ ഇത് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് ബിക്കോസ് ദ പേഷ്യൻറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇപ്പോൾ നമുക്ക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ബീം വന്നിട്ട് ചെയ്യുന്നതല്ല. സോ ഇറ്റ് ഇസ് എ വെരി കോംപ്ലെക്സ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. സോ ഇഫ് ഐ ഡിസൈഡ് ദ പേഷ്യൻറ്റ് നീഡ്സ് റേഡിയേഷൻ തെറപ്പി, what we have to see is where exactly the patient needs and how many days will the patient need. So, and what type of radiation treatment the patient needs. So, idoru blanket statement alla. Like, ഈ പേഷ്യൻറ്റ് പറയുന്നുണ്ട് ഈ പേഷ്യൻറ്റിന് ഇത്ര ദിവസം മാത്രം കൊടുക്കണം, ഈ പേഷ്യൻറ്റിന് സെയിം അത് തന്നെ മതി, അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ ഡിസീസ് സൈറ്റ് വെച്ചിട്ട് ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ട്യൂമർ ഇറ്റ് അഗൈൻ ഡിഫേഴ്സ്. സോ to give you a plain example, maybe for a breast cancer patient, ആ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റിന് ചിലപ്പോൾ സർജറി ആയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് ഹാസ് റിസീവ്ഡ് കീമോ, ആഫ്റ്റർ ദാറ്റ് ദേ വിൽ നീഡ് റേഡിയേഷൻ. സോ റേഡിയേഷൻ എന്ന് പറയുന്നത് വൺസ് ദ പേഷ്യൻറ്റ് കംസ് നമുക്ക് പേഷ്യൻറ്റിനെ അസസ് ചെയ്യണം. ഇഫ് ദ പേഷ്യൻറ്റ് ഇസ് ലെഫ്റ്റ് സൈഡഡ് ബ്രസ്റ്റ് ക്യാൻസർ ആകുമ്പോൾ നമുക്ക് അത് അനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡഡ് വാട്ട് ഓൾ തിങ്സ് നമുക്ക് ഒരു ബ്രീതിങ് ടെക്നീക്ക് ഉണ്ടാവും. ആ ബ്രെത്ത് ഹോൾഡ് വെച്ചിട്ട് റേഡിയേഷൻ ചെയ്യണം. So adu patient explain cheyana. And then there is again radiation modalities, different types of machines are there to deliver radiation. So aadyam when we started off with radiation, it was a very crude form. Like especially I'm talking about the 1800s. When we saw radiation, they would have seen idana namukku treatment cheyanadu, they just deliver the treatment there. Pakshe always the core concept in radiation is basically to kill the tumor cells but to protect the normal tissue. So namakku always tumor control probability nokkanam and normal tissue complication probability korakkanam. So that balance always has to be there, because when we are giving radiation, no matter how focused it is, there is certain healthy tissue. Our surrounding tissue lo also korchu radiation povum. So we have to ensure that we get the tumor control and also try to protect the surrounding tissues as well. So with that we have evolved over the time. Like ആദ്യം ഉള്ള ടെക്നീക്സിൻ്റെ കാലം ഇപ്പോൾ നമുക്ക് കുറേ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നീക്സും വന്നിട്ടുണ്ട്. സോ വി ഹാവ് ലൈക്ക് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഒരു 2D ട്രീറ്റ്മെൻറ്റ് എറ. അത് കഴിഞ്ഞിട്ട് വി ഹാവ് മൂവ്ഡ് ഓൺ ടു സംതിങ് കോൾഡ് 3D കൺഫോമൽ റേഡിയോതെറപ്പി. അതിൽ നമുക്ക് ഇനി കുറച്ച് കൺഫോമലായിട്ട് എവിടെയാണ് ട്യൂമർ അവിടെ മാത്രം പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് മൂവ്ഡ് ഓൺ ടു സംതിങ് കോൾഡ് IMRT, ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി മോഡ്യുലേറ്റഡ് റേഡിയേഷൻ തെറപ്പിയാണ്. അതിൽ ഇനി കുറച്ച് പ്രിസൈസ് ആയിട്ട് ചില ബീംസിനെ ഫോക്കസ് ചെയ്തിട്ട് എവിടെ കൂടുതൽ കൊടുക്കാൻ പറ്റും ഡോസ് അവിടെ കൂടുതൽ കൊടുത്തിട്ട് വേറെ സ്ഥലത്തിൽ ഡോസ് കുറച്ചിട്ട് അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദീസ് ദർ ഇസ് സംതിങ് കോൾഡ് IGRT എന്ന് പറഞ്ഞ ടെക്നീക്കുണ്ട്. So that is again image guided radiotherapy. That means നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. Like the patient is breathing. So if you are treating a liver tumor, so that tumor also moves with respiration. So we need to see exactly how the tumor movement is happening and accordingly give the radiation as well. So that is something called IGRT. അങ്ങനെ കുറേ ടെക്നീക്സും ഉണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ പെയിൻഫുൾ ആണോ മാം? ഓൾറെഡി പറഞ്ഞു അതിൽ പെയിൻ ഇൻവോൾവ് അല്ലാന്ന്. പക്ഷെ എന്നാലും ഇത്രയും റേഡിയേഷൻ ഒരാളുടെ ബോഡിയിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും സൈറ്റിലൊരു പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? സോ റേഡിയേഷൻ പറ്റി ഇഫ് യു സേ ഇസ് റേഡിയേഷൻ പെയിൻഫുൾ, നോ. പക്ഷേ റേഡിയേഷൻ ഡസ് ഹാവ് എ ഫ്യൂ അതർ എഫക്ട്സ് വിച്ച് കം. ദാറ്റ് ഈസ് അഗൈൻ ബേസ്ഡ് ഓൺ എവിടെയാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നത്. സപ്പോസ് വി ആർ ഗിവിങ് റേഡിയേഷൻ ഫോർ എ ബ്രെയിൻ ട്യൂമർ. സോ റേഡിയേഷൻ ബ്രെയിൻ ട്യൂമറിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് നീർക്കെട്ടുണ്ടാവും. അതിനെ പറ്റി പേഷ്യൻറ്റിന് കുറച്ച് ഹെഡേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാരിന് ആ ഭാഗത്തിന് മുടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് ഓൺലി വെൻ വി ആർ ട്രീറ്റിംഗ് ടു ദ ബ്രെയിൻ. ലൈക്ക് സം പീപ്പിൾ കം ആൻഡ് ആസ്ക് ബ്രസ്റ്റ് ക്യാൻസർ ചെയ്യുന്നുണ്ട്, നമുക്ക് മുടി കൂടുതൽ പോവോ? അല്ല.
ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എവിടെയാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നത് ആ ഭാഗത്തിന് അനുസരിച്ചിട്ടാണ് സൈഡ് എഫക്ട്സ് ഉള്ളത്. സോ ബ്രെയിനിന് കൊടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് വി കൗൺസിൽ ദ പേഷ്യൻറ്റ്. ബ്രസ്റ്റ് ആവുമ്പോൾ മേ ബി ഇറ്റ് ഇസ് മോർ ലൈക്ക് സ്കിൻ റിയാക്ഷൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് സ്കിൻ ചിലപ്പോൾ കുറച്ച് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ടാവും. ചില ആൾക്കാരിന് ചെറുതായിട്ട് സ്കിൻ പീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദീസ് ആർ ഓൾ റിവേഴ്സിബിൾ എഫക്ട്സ്. റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു 6 to 8 വീക്സിൽ പേഷ്യൻറ്റിന് നോർമലായിട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. സംടൈംസ് വയറിന് റേഡിയേഷൻ ആ ഭാഗത്തിന് പെൽവിസിൽ അങ്ങനെ റേഡിയേഷൻ കൊടുക്കുമ്പോൾ പേഷ്യൻസ് മേ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് നോസിയ ഉണ്ടാവും. ചില ആൾക്കാരിന് കുറച്ച് വോമിറ്റിംഗ് ഉണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ സെയിം എഫക്റ്റ് ആസ് ഇൻ വേറെ സ്ഥലത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതേ സെയിം എഫക്ട്സ് വിൽ നോട്ട് ബി ദർ. സോ എവറി റേഡിയേഷൻ ടൈപ്പ് ആൻഡ് എവിടെയാണ് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് ദ സൈഡ് എഫക്ട്സ്. ഓക്കെ. ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ലിമിറ്റ് ഉണ്ടാവില്ലേ റേഡിയേഷൻ റിസീവ് ചെയ്യണത്? അതെന്താണ്? പിന്നെ നമുക്ക് മാക്സിമം എത്രത്തോളം കൊടുക്കാൻ പറ്റും ഒരാൾക്ക് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുതരും. ഓക്കെ. സോ സി ഫോർ ഹൗ മച്ച് വി ക്യാൻ ഗിവ് ഇസ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ആൻഡ് ദ സൈസ്. സോ എല്ലാ പോർഷൻസിനും നമുക്ക് ഇത്ര സെയിം ഡോസ് കൊടുക്കണമെന്നോ ഒന്നുമില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ വെൻ വി ആർ ഡീലിംഗ് വിത്ത് ബ്രെയിൻ ട്യൂമേഴ്സിൽ ഒരു പർട്ടിക്കുലർ ഡോസ് ഉണ്ട്. ആൻഡ് മേ ബി ചില മാസത്തിൽ പിന്നെ ഇൻ കേസ് ദ പേഷ്യൻറ്റ് ഹാസ് എ റിക്കറൻസ് മേ ബി ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലെയിൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആ ഭാഗത്തിന് റേഡിയേഷൻ കൊടുക്കാം. പക്ഷേ ഒരു ത്രെഷോൾഡ് ഉണ്ടാവും ഫോർ ദാറ്റ് പർട്ടിക്കുലർ സൈറ്റ്. അതേപോലെ നമുക്ക് വേറെ സ്ഥലത്തിൽ ഓൾസോ ബേസ്ഡ് ഓൺ ദ സൈറ്റ് അതിനനുസരിച്ചിട്ട് വി ഹാവ് സർട്ടൻ പ്രോട്ടോകോൾസ്. സോ വെനെവർ വി ആർ ഗിവിങ് നോർമൽ റേഡിയേഷൻ ഓൾസോ നമുക്കൊരു പ്ലാനിങ് കൺസ്ട്രെയിൻസ് ಅಂತ പറയും. So our planning constraints we'll see how much does the normal tissue get, and we have certain limits. We should not be crossing that limits. So that we already have preset guidelines for radiation. And ജെൻഡറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് മെയിലിൽ ഇങ്ങനെ ഫീമെയിലിൽ ഇങ്ങനെ അവരുടെ ബോഡി ഫങ്ഷൻസിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടല്ലോ ഹോർമോണിൽ. സോ ഈ സെക്സ് ഹോർമോണും കാര്യങ്ങളും റേഡിയേഷനെ ബാധിക്കുമോ ഏതെങ്കിലും രീതിയിൽ? Again it depends on the, like say we are treating the pelvis. So if we are treating somewhere like ഈ ചെസ്റ്റ് ഭാഗത്തിന് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം അനുസരിച്ചിട്ടാണ് സൈഡ് എഫക്ട്സ് ഉള്ളത്. പക്ഷേ ഹോർമോണൽ ലെവൽ പെർ സേ ഇഫ് യു ആർ ആസ്കിങ് മീ അബൌട്ട് ദാറ്റ്, ഇൻ കേസ് വി ആർ ട്രീറ്റിംഗ് ദ പെൽവിസ് റീജിയനിൽ നമുക്ക് പിന്നെ പേഷ്യൻസിന് ഓൾസോ പ്രീ മെനോപോസൽ ആവാം, പോസ്റ്റ് മെനോപോസൽ ആവാം, അതിന് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. മെയിൽസിലാവുമ്പോൾ ഹോർമോണൽ ലെവലിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ്. സോ ഇറ്റ്സ് നോട്ട് കോമൺ. എല്ലാ സൈഡ് എഫക്ട്സും സെയിം അല്ല. ആൻഡ് എല്ലാം ലൈക്ക് ജെൻഡറിൽ ഇസ് ഇറ്റ് ടോളറൻസ് വൈസ് ಅಂತ ചോദിക്കുമ്പോൾ ടോളറൻസ് വൈസ് ഇസ് നോട്ട് എൻ ഇഷ്യൂ ബിക്കോസ് ഫീമെയിൽസ് ഓൾസോ ടോളറേറ്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ദ മെയിൽസ്. ആൻഡ് സൈഡ് എഫക്ട്സ് ഇസ് അഗൈൻ ബേസ്ഡ് ഓൺ എവിടെയാണ് റേഡിയേഷൻ നമുക്ക് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ. ഇപ്പോൾ കുട്ടികൾക്ക് ക്യാൻസർ വരുന്ന സമയത്ത് നമ്മൾ റേഡിയേഷൻ തെറാപ്പിക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അവരുടെ ഗ്രോത്തിലോ അല്ലെങ്കിൽ ബോണിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? സോ കുട്ടികൾക്ക് എസ്പെഷ്യലി വി ടേക്ക് എക്സ്ട്രാ കെയർ when we are giving radiation because they are the growing age group. So always we should be concerned, especially നമ്മൾ back spinal cord അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ in certain tumors we need to treat the entire area. So that time we ensure that ഈ particular radiation ಅಂತ പറയുന്നത് though നമ്മൾ എത്ര precise ആയാലും there will be certain side effects. So nowadays there are a lot of techniques. ഇപ്പോൾ ഞാൻ പറഞ്ഞ റേഡിയേഷൻ ಅಂತ പറയുന്നത് ഒരു ഫോട്ടോൺ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്നൊരു റേഡിയേഷൻ ಅಂತ പറയുന്ന ടൈപ്പ് പ്രോട്ടോൺ തെറപ്പിയാണ്. ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വെൻ എസ്പെഷ്യലി ഈ പീഡിയാട്രിക് കേസസിൽ വെൻ വി ആർ ട്രീറ്റിംഗ് ദിസ് ഹോൾ ഏരിയ ദറ്റ് ടൈം ഇറ്റ് ക്യാൻ ഹാവ് എ വെരി പ്രിസൈസ് ഡോസ്. സോ സർട്ടൻ കണ്ടീഷൻസിൽ ഈ പ്രോട്ടോൺ തെറപ്പി ഓൾസോ ഇസ് വെരി ബെനിഫിഷ്യൽ. So when we are treating the kids, always we have to counsel the patients that ഈ ലോങ് ടേം ആയിട്ട് നമുക്ക് ചില എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് വിത്ത് ദ ടെക്നീക്സ് വാട്ട് വി ഹാവ് നൗ ആ സൈഡ് എഫക്ട്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. സോ ദർ ക്യാൻ ബി എഫക്ട്സ് ലൈക്ക് ഹോർമോണൽ ലെവലിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടാവും. സോ വി ട്രൈ ടു പുഷ് ലൈക്ക് സപ്പോസ് ഒരു പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടാവും, ഓൾറെഡി ചൈൽഡിന് ചിലപ്പോൾ കുറച്ച് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ
when the child tends to attend menarche age group the patient, if we are able to push the treatment of radiation, we tend to delay it. കുറച്ച് ഡിലേ ചെയ്തിട്ട് once the child attains menarche, maybe we will see. But again, it depends on the type of tumor, എത്ര സർജറി ആയിട്ടുണ്ട്, അതെല്ലാം ചാൻസസ് ഉണ്ടാവും. ആൻഡ് we ask the patient, ഇപ്പോൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ we always loop in the endocrinologist also. ഈ ഓങ്കോളജി എന്ന് പറഞ്ഞ ഒരു ടീം വർക്കാണ്. ഇറ്റ് ഇസ് നോട്ട് എ സോൾ മാൻ ഷോ. It needs a lot of dedicated support from multiple departments. It's a multidisciplinary approach. So ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ we rope in the neurosurgeons, endocrinologists. So everyone, നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ we do a baseline evaluation of all these. Psychologist ഉണ്ടാവും, we do a IQ evaluation of the patient. അത് ചെയ്തിട്ട് പിന്നെ ആസ് ആൻഡ് വെൻ ദ പേഷ്യൻറ്റ് നീഡ്സ്, they will have a regular follow up with them, and then accordingly we see. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ റേഡിയേഷൻ തെറാപ്പി ഇല്ലേ നമ്മൾ ആദ്യം സംസാരിച്ച്, അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഐസൊലേഷൻ ആവശ്യമാണോ? റേഡിയേഷൻ തെറാപ്പി അങ്ങനെ ഐസൊലേഷൻ ഒന്നും ആവശ്യമില്ല. ആൻഡ് പേഷ്യൻസിന് നമുക്ക് എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യാം. പക്ഷേ വി ഡെഫിനറ്റ്ലി ടെൽ ദർ ആർ സർട്ടൻ പ്രിക്കോഷൻസ് വാട്ട് ദേ നീഡ് ടു ടേക്ക്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കണം. സോ പേഷ്യൻസിന് ദേ കാൺട്ട് യൂസ് സോപ്പ്, ദേ കാൺട്ട് സ്ക്രബ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ടവൽ വെച്ചിട്ട് നോർമൽ നമുക്ക് റബ് ചെയ്യുന്ന പോലെ തുടയ്ക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഡാബ് ചെയ്യണം. സ്കിൻ കെയർ എടുക്കണം. ആ ഭാഗത്തിന് സോപ്പ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദേ ഷുഡ് ബെറ്റർ വെയർ ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ക്ലോത്ത്സ്. Those are conditions. Again, it is specific to that particular treatment site. I would not be giving ഈ സെയിം ഇൻസ്ട്രക്ഷൻസ് ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റ് ആവശ്യമില്ല. സോ പെൽവിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിന് ഡയറ്റ് കുറച്ച് ശ്രദ്ധിക്കാൻ പറയും. ലൈക്ക് കൂടുതൽ സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യണം. ബെറ്റർ ടു ഗിവ് സം ഗ്യാപ്പ് ബിറ്റ്വീൻ റേഡിയേഷൻ ആൻഡ് ഫുഡ് ഇൻടേക്ക്. സോ അങ്ങനത്തെ അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ്, എന്തൊക്കെയാണ് വാട്ട് വി ആർ ട്രീറ്റിംഗ് ആൻഡ് വാട്ട് എഫക്ട്സ് വി എക്സ്പെക്ട്. അതനുസരിച്ചിട്ട് വി ടെൽ ദ പേഷ്യൻസ് ഹൗ ടു ടേക്ക് കെയർ. ഓക്കെ, സോ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, റേഡിയേഷൻ ഓൺകോളജി മാത്രമല്ല, ഒരു ക്യാൻസറിനെ സംബന്ധിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു സെക്ടർ ആയിരുന്നു. പക്ഷേ മാം അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും നമുക്ക് നന്നായി പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.